ആകാശവാണി. സൂര്യൻ ഉണരും മുമ്പേ ഉണരുന്ന ചായക്കടകൾ. അത്തരം ചായക്കട തിണ്ണയുടെ ഒരു കോണിൽ ഘടികാരം എന്ന പോലെ നിലയുറപ്പിച്ച ഇത്തരത്തിലുള്ള റേഡിയോകൾ. ഇന്ന് വിഷ്വൽ മീഡിയയുടെ യുഗത്തിൽ ജീവിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള തലമുറയ്ക്ക് ആ ഒരു ഫീൽ പക്ഷെ കിട്ടണമെന്നില്ല. ആ റേഡിയോ ഫീലും നമ്മൾ അനുഭവിക്കുന്നത് ഒരു വിഷ്വലിലൂടെ ആയിരിക്കും, അതായത് സിനിമകളിലൂടെ. ചില സിനിമകളുടെ ആരംഭം പോലും റേഡിയോ സംപ്രേഷണങ്ങളിലൂടെയാണല്ലേ. അതായത് ഒരു തലമുറയുടെ വികാരമായിരുന്നു റേഡിയോ. ഒരു തലമുറയുടെ എന്ന് പറഞ്ഞ് റേഡിയോ അരങ്ങിൽ നിന്ന് മാറിയിട്ടൊന്നുമില്ല. ഏതൊക്കെ സോഷ്യൽ ഡിജിറ്റൽ മീഡിയകൾ വന്നുവെങ്കിലും ചില ഗ്രാമങ്ങളിലോ ചിലർക്കിടയിലെങ്കിലും അതേ ഊർജത്തോടെ റേഡിയോ ഇന്നും നിലനിൽക്കുന്നുണ്ട്. ചിലരെങ്കിലും അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ആകാശവാണിയിലെ പല നിലയങ്ങളിൽ നിന്നുള്ള വാർത്തകളും സംപ്രേഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടാവും. എന്നാൽ ഇത് ഇന്ത്യയിൽ എവിടെയോ നിന്ന് 42.34 മീറ്ററിൽ കോൺഗ്രസ് റേഡിയോ ഇനി വിജയദശമി ദിനത്തിൽ ഒരു പരിപാടി കേൾക്കാം എന്ന് പറഞ്ഞ് മറ്റൊരു 25 മിനിറ്റിന് ശേഷം വന്ദേ മാതരം പ്ലേ ചെയ്തുകൊണ്ട് സംപ്രേഷണം അവസാനിക്കുകയും ചെയ്തു. ഇങ്ങനെ അജ്ഞാതമായി നിലകൊണ്ട റേഡിയോയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സമരത്തീച്ചുളയിൽ നിന്ന് 22 വയസ്സ് മാത്രം പ്രായമുള്ള കോളേജ് വിദ്യാർത്ഥിയുടെ ശബ്ദം ലോകം മൊത്തം കേട്ടു. ഇന്ത്യയിലെ ആദ്യ അണ്ടർഗ്രൗണ്ട് റേഡിയോയുടെ സ്റ്റേഷൻ ഐഡന്റിറ്റി ആയിരുന്നു അന്ന് ലോകം കേട്ടത്. 1942 ഓഗസ്റ്റ് 27 ബോംബെയിലെ ചൗപാഡിയിലുള്ള സിവ്യൂ അപ്പാർട്ട്മെന്റിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് വൈകിട്ട് 7:30 ഇന്ത്യയിലെ ആദ്യ അണ്ടർഗ്രൗണ്ട് റേഡിയോ സ്ഥാപക പ്രേക്ഷകയായ ഉഷാ മേത്തയുടെ ശബ്ദമായിരുന്നു അത്. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം കത്തിജ്വലിച്ചു നിൽക്കുന്ന കാലം. ഇംഗ്ലീഷുകാരുടെ കുത്തകയായിരുന്ന റേഡിയോ പ്രക്ഷേപണത്തെ നടുവെ പിളർത്തിക്കൊണ്ട് അനുമതിയില്ലാതെ, ലൈസൻസ് ഇല്ലാതെ അണ്ടർഗ്രൗണ്ട് റേഡിയോ പ്രക്ഷേപണം നടന്നു. ബ്രിട്ടീഷുകാരുടെ കഴുകൻ കണ്ണുകളുടെ നിരീക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ ഓരോ പ്രക്ഷേപണം കഴിയുമ്പോഴും ഉപകരണങ്ങൾ അഴിച്ച് ഡിസ്കണക്ട് ചെയ്ത് വെക്കേണ്ടി വന്ന സാഹചര്യമായിരുന്നു അവിടെ. പോലീസിനെ ഒഴിവാക്കാൻ സ്റ്റേഷനിലെ ജീവനക്കാർ ഏതാനും ദിവസങ്ങൾ കൂടുമ്പോൾ അപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു അപ്പാർട്ട്മെന്റിലേക്ക് മാറിക്കൊണ്ടുവരുന്നു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളിൽ നിന്നുള്ള റെക്കോർഡ് ചെയ്ത സന്ദേശങ്ങൾ വെളിപ്പെടുത്താത്ത സ്ഥലങ്ങളിൽ നിന്ന് സ്റ്റേഷൻ പ്രക്ഷേപണം ചെയ്തു. രാജ്യത്തെ ഔദ്യോഗിക റേഡിയോയിൽ വന്നിരുന്ന സ്വാതന്ത്ര്യ പ്രക്ഷോഭ വിരുദ്ധ വാർത്തകളെ ഒളിവിലിരുന്ന് കോൺഗ്രസ് റേഡിയോ എതിർത്തിരുന്നു. ഒടുവിൽ മഹാലക്ഷ്മി ക്ഷേത്രത്തിനടുത്തുള്ള പാരഡൈസ് ബംഗ്ലാവിൽ നിന്ന് പോലീസ് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു ആ പ്രവർത്തനം നിർത്തലാക്കുന്നത്. ഒരു ഹ്രസ്വകാലത്തേക്ക് റേഡിയോ സ്റ്റേഷൻ നാസിക്കിലേക്ക് മാറ്റുകയും അവിടെ ശങ്കരാചാര്യ മഠത്തിൽ പ്രക്ഷേപണം ചെയ്യുകയും ചെയ്തു. പിന്നീട് ഗത്യന്തരമില്ലാതെ പോലീസ് റെയ്ഡിൽ പിടിക്കാതിരിക്കാൻ ട്രാൻസ്മിഷൻ ഉപകരണങ്ങൾ അടുത്തുള്ള ഗോദാവരി നദിയിൽ മുക്കിക്കളഞ്ഞു എന്ന ഓർമ്മകളൊക്കെ ഇന്നൊരു കഥയായി മാറിയിരിക്കുന്നു. ഈ വർഷം ആഘോഷിക്കുന്ന റേഡിയോ ദിനത്തിന്റെ തീം എ സെഞ്ചുറി ഇൻഫോമിംഗ്, എന്റർടൈനിങ് ആൻഡ് എഡ്യൂക്കേറ്റിംഗ് എന്നാണ്. 2024 ആചരണം റേഡിയോയുടെ ചരിത്രവും വാർത്ത, നാടകം, സംഗീതം, കായികം എന്നിവയിൽ അതിന്റെ ശക്തമായ സ്വാധീനവും ഐക്യരാഷ്ട്രസഭ എടുത്തു കാണിക്കുന്നുണ്ട്. റേഡിയോ കണ്ടുപിടിച്ചത് ആരെന്ന ചോദ്യത്തിന് ഗുലിയൽമോ മർക്കോണി എന്ന ഉത്തരം അറിയാത്തവരായി ആരും ഉണ്ടാകില്ല. എന്നാൽ എന്തിന് എന്ന ചോദ്യത്തിന് ഒരു തപ്പൽ വന്നേക്കാം. കൊടുങ്കാറ്റ്, ഭൂകമ്പം, വെള്ളപ്പൊക്കം, ചൂട്, കാട്ടുതീ, അപകടങ്ങൾ, യുദ്ധം തുടങ്ങിയ പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങളും വൈദ്യുതി തടസ്സങ്ങളിലും ഒരു പോർട്ടബിൾ പൊതുസുരക്ഷാ അറിയിപ്പിനായിട്ടായിരുന്നു റേഡിയോ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, റേഡിയോയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നാൽ മതം, ന്യൂനപക്ഷം, ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ, പണക്കാർ എന്നൊന്നും തരംതിരിവില്ലാത്ത മാധ്യമമായിരുന്നു റേഡിയോ. രൂപങ്ങളിലും സംപ്രേഷണ രീതികളിലും മാറ്റം വന്നെങ്കിലും റേഡിയോ എന്ന ചിന്തയിൽ മാറ്റം വരാതെ അത് അതിന്റെ ജൈത്രയാത്ര ഇങ്ങനെ തുടരുകയാണ്.